3 പേരെയും തൽക്ഷണം മരിച്ച സ്ഥിതിയിൽ തന്നെയായിരുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട മുറിഞ്ഞകലിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടു. മരിച്ചവരുടെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇടത്തിട്ട മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മുറിഞ്ഞകലിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പത്തനംതിട്ട സ്വദേശികളായ മത്തായി ഈപ്പൻ, നിഖിലീപ്പൻ, ബിജു പി ജോർജ്, അനു എന്നിവരാണ് മരണപ്പെട്ടത്. മരിച്ച അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം നടന്നിട്ട് 15 ദിവസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഇരുവരും മലേഷ്യയിലേക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോയതായിരുന്നു. ഹണിമൂൺ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ദമ്പതികളെ ഇരുവരുടെയും മാതാപിതാക്കൾ സ്വീകരിക്കാൻ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി ഇരുവരെയും കൂട്ടി മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയിൽ വീട്ടിൽ നിന്ന് വെറും 7 കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. മുറിഞ്ഞകല്ല് ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് തൊട്ടു മുമ്പിൽ വെച്ചാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടം നടന്നത്. ശബ്ദം കേട്ട് പുറത്തെത്തിയ നാട്ടുകാരാണ് ബസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായതായി കണ്ടത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറുകയായിരുന്നു. ഇവിടെ സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. വാഹനത്തിന്റെ അമിത സ്പീഡും ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുമായിരിക്കണം അപകട കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമിതവേഗം കൊണ്ട് ഈ റോഡിലൊക്കെ നമ്മൾ വേഗത്തിൽ കുറച്ച് പോയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ റോഡ് രാത്രിയാണ്, വേറെ വണ്ടിയില്ല, സ്വാഭാവികമായിട്ടും സ്പീഡിലായിരിക്കും വന്നിരിക്കുന്നത്. ഇതൊരു അമിത വേഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ ചെറുതായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അത്രയും വലിയ ഡാമേജ് വണ്ടിക്ക് ഉണ്ടാകത്തില്ല. വണ്ടിയുടെ ഡാമേജ് കണ്ടിട്ട് സ്പീഡിൽ വണ്ടി വന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വം വന്നാണോ ഉറങ്ങിപ്പോയതിനകത്ത് സ്പീഡ് കൂടിയാണോ എന്തോ അറിയാൻ പറ്റത്തില്ല. ഈ ശബരിമല തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഇന്നലെ അപകടമുണ്ടായി. കഴിഞ്ഞ ആഴ്ച വാഹനം കത്തി. അതിന് മുൻപ് KSRTC ബസ്സിൽ ഇടിച്ച് ആംബുലൻസ് രോഗിയുമായി പോയ ആംബുലൻസ്, അങ്ങനെ നിരവധി തോന്നിക്കും കൂടുതലും ഇടയിൽ നിരന്തര അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ റോഡിൽ അപകടം ബസ് ഈ റോഡിൽ കത്തിയില്ലല്ലോ. നമ്മുടെ കഴിഞ്ഞ ആഴ്ച കാർ കത്തിയാണ്. അത് പക്ഷേ ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ കൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്. പൊതുവേ ഒരു ആക്സിഡൻറ്റ് റേറ്റ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ശബരിമല കുറവായിരുന്നു ഇപ്രാവശ്യം ഇതുവരെ. ഒരു ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇതും ഒരു ശബരിമലയുടെ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിങ്ങനെ എയർപോർട്ടിൽ പോയിട്ട് വന്ന് അവർ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി ഇത്തിരി ഏജ്ഡായിരുന്നു. പിന്നെ പരിചയമില്ലാത്ത ഇതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കാരണം ഈ രാത്രി കാലങ്ങളിൽ ഓടിച്ച് പരിചയമില്ലാത്തവർ ഓടിച്ചാൽ ഉറങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് റയറായിട്ട് വന്നല്ലോ ഒരു ഇത്. അപ്പോൾ അതിനൊക്കെ ഉറങ്ങിപ്പോകാൻ സാധ്യതകൾ കൂടുതലാണ്. ഇവിടെ അങ്ങനെ ഒരു പാളിച്ചായിട്ട് ഒന്നും പറയാനായിട്ടൊന്നും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് അപകടങ്ങൾ ഒന്നാണ് അതിനെ ശ്രദ്ധിക്കാറും നമ്മളതിന് കറക്ഷൻസ് നടത്താറുണ്ട്. PWD NH ആയാലും അങ്ങനെ സ്ഥിരമായ ഒരു അപകടം ഉണ്ടാകുന്നു എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും റെമഡി ചെയ്യാറുണ്ട്. പക്ഷേ ഇത് റോഡ് നല്ലതായി ഡ്രൈവർ ഇറങ്ങിപ്പോയതുകൊണ്ടുണ്ടായെന്ന് തന്നെയാണ് നമ്മുടെ പ്രാഥമിക നിലപാട്. വ്യക്തതയ്ക്ക് വേണ്ടിയാണ് സാർ മുമ്പ് പറഞ്ഞത് ഈ സ്പീഡ് ബ്രേക്കർ വ്യക്തമായിട്ട് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം. അതെ, ഹൈക്കോടതിയുടെ അതായത് മെയിൻ റോഡുകളിൽ ഹമ്പ് വെക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ഓരോ റോഡുകളിലും മെയിൻ റോഡ് തന്നെ എവിടെ വേണമെങ്കിലും പരിശോധിച്ചു. നേരത്തെ നമുക്ക് MC റോഡിലൊക്കെ ബമ്പുകളുണ്ടായിരുന്നു. ആ ബമ്പുകളെല്ലാം എടുത്ത് കളയാനുള്ള കാരണം അങ്ങനെ വെക്കരുതെന്നാണ്. അത് അപകട സാധ്യത കാരണം റോഡ് നല്ലതായതുകൊണ്ട് സ്പീഡ് വരും. അപ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്ക് ഹമ്പ് കാണുമ്പോഴത്തേക്ക് സഡൻ ബ്രേക്ക് ചെയ്താലും ബാക്കിൽ നിന്ന് അത് ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഹമ്പുകൾ ഒഴിവാക്കണമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഹമ്പുകൾ ഇല്ലാതാക്കിയിട്ട് ഈ ക്രംബിൾ സ്റ്റോണുള്ള കാരണം അത് വന്നാൽ ചാടിങ്ങ് പോകും, ചവിട്ടി നിർത്തേണ്ടി വരത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. 8 മണി കഴിഞ്ഞാണ് ഇവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അവരെ തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഡ്രൈവർ ഉറങ്ങിയതാണ് കാരണമെന്നാണ് പറയുന്നത്. ഇവിടെ അന്നേരം കണ്ട ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത്. അത് ബസ്സിൻ്റെ കുഴപ്പമില്ല, ബസ് നല്ല ഇതായിട്ടാണ് വന്നിരിക്കുന്നത്. റോങ് സൈഡിൽ കയറി പോവുമായിരുന്നു കാറ്. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. വണ്ടിയിൽ തന്നെ 3 പേര് അന്താനെ മരിക്കുകയായിരുന്നു. സ്പോട്ടിൽ തന്നെ 3 ആൾക്കാരും മരിച്ചു. വണ്ടി തുറക്കാൻ പറ്റുകയില്ലായിരുന്നു. മല്ലശ്ശേരി, നമ്മുടെ പൂങ്കാവ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ പൂങ്കാവിലാണ്. ഒരു കഴിഞ്ഞ നവംബർ 30-ാം തീയതിയാണ് ആ പയ്യൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം കഴിഞ്ഞത്. അവർ ഹണിമൂൺ സംബന്ധമായി വിദേശത്ത് പോയിട്ട് വന്നവരാണ്. അവരെ എടുക്കാൻ 2 പേരുടെയും ഫാദർമാരാണ് വന്നത്. അവർ വന്നങ്ങനെ അവരായിരിക്കും ഓടിച്ച് വന്നതെന്ന് അറിയുന്നു. ഓവർ സ്പീഡ് ഉണ്ടായിരിക്കും. കാരണം ഇവിടെ നല്ല ഒരു ഇറക്കവും കൂടാണ് ഇങ്ങോട്ട്. അതുകൊണ്ട് ആ ഇതാണ് കാണുന്നത്. തിരുവനന്തപുരം എയർപോർട്ടിൽ. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് വന്ന വണ്ടിയാണ്. വെളുപ്പിന് 4:05 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. കറക്റ്റ് ഈ വീട്ടുകാരുണ്ടായിരുന്നു. അവർ സ്ത്രീ മാത്രമേ കണ്ടുള്ളൂ ആദ്യം. അവരാണ് ഓടി വന്നത്.
അപ്പോഴേ അവർ വിളിച്ചു പോയി. ആൾക്കാരെല്ലാം അവിടെ നിന്നൊക്കെ പിന്നെ വന്നു. പലരെയും ഫോൺ വിളിച്ചണൊക്കെ ഒന്നും ആൾക്കാർ ഉറക്കമല്ല. വെളുപ്പം കാലത്ത് 4 മണിക്കൊക്കെ ഇതാണ്. ഞാനും വെളുപ്പിനെ എണീറ്റാണ്, ഞാൻ ഇവിടെ വന്നിട്ടാണ് പോയത്. പള്ളിയിൽ പോകേണ്ടതാണ്. ഞാൻ വന്നിട്ട് പിന്നെ പള്ളിയിൽ പോയി. പിന്നെ ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത്. ആംബുലൻസ് ഒരു 10-20 മിനിറ്റ് തന്നെ ആംബുലൻസുകൾ വന്നു. പിന്നെ ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്നിട്ടും വെട്ടിപ്പൊളിച്ചാണ് ഇവരെ എടുത്തത് വെളിയിൽ. എന്തോ പോസ്റ്റ്മോർട്ടം 3 പേരുടെ ബോഡി കോന്നി താലൂക്ക് ഹോസ്പിറ്റലിലാണ്. ലേഡി മാത്രമേ ഉള്ളൂ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ്. 4 പേര് മറ്റവർ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ്. 2 പിതാക്കന്മാർ പ്രായമുള്ളവരാണ്. പ്രായമെന്ന് പറഞ്ഞാൽ അത്ര ഏജ് ഓവറൊന്നുമല്ല, 10-50 വയസ്സിന് താഴെ കാണുകയുള്ളൂ. മറ്റവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. കഴിഞ്ഞ 30-ാം തീയതി ആയിരുന്നു, നവംബർ 30-ാം തീയതി ആയിരുന്നു അവരുടെ മാരേജ് നടന്നത്. അപ്പോൾ അതിനൊക്കെ പ്രായമൊന്നും കാണുകയില്ല. എയർപോർട്ടിൽ നിന്ന് വന്ന വണ്ടി തന്നെയാണ്. ഇന്നലെ രാവിലെ വെളുപ്പിനെ നടന്നു, 6 മണിയായപ്പോൾ ഇന്നലെ നടന്നു. തൊട്ട് ജംഗ്ഷനിൽ തന്നെ, അടുത്ത ജംഗ്ഷനിലാണ് നെടുമൺകാവ്. ഇതിപ്പം മുറിഞ്ഞേലിൻ്റെ ഇതായി. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതേ സമാന രീതിയിലൊരു അപകടം നമ്മുടെ ഈ മുറിഞ്ഞൽ ഭാഗത്ത് നടന്നു വണ്ടി കത്തിപ്പോയത്. അത് ഇഞ്ചപ്പാറ. നിരന്തരമായിട്ട് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായാലും ഒരാഴ്ച 1-2 അപകടങ്ങളുണ്ട്. മഴയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് ഈ മുറിഞ്ഞേൽ ജംഗ്ഷനിൽ അപകടങ്ങളാകുന്നത്. ഒരു 4-5 അപകടങ്ങൾ അടുപ്പിച്ചാണ് ഈ മുറിഞ്ഞേൽ ജംഗ്ഷനിലുണ്ടായിരിക്കുന്നത്. സർക്കാരിനോട് എന്ത് പറയുന്നത്, ഒന്നിൽ റോഡിൻ്റെ ഇത് പരിഹരിക്കണോ, അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡിൻ്റെ ഇത് രാത്രി ആയാലും ഒന്നീ ക്യാമറ വെക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്യണം. കാരണം ജനങ്ങളുടെ ജീവനും അവർ മുൻകരുതലെടുക്കണം. റോഡ് മാത്രം ചെയ്തു പോയിട്ട് കാര്യമില്ല. മഴയായി കഴിഞ്ഞാൽ ആ റോഡ് മുറിഞ്ഞേൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ആ സ്ഥലം ഇവിടുന്ന് ഇറക്കും. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക് ഒട്ടിക്കഴിഞ്ഞാൽ വണ്ടി വലിച്ചു പോവുകയാണ്. അങ്ങനെയാണ് ആ ട്രാൻസ്പോർട്ട് വണ്ടി പോയി ആ വലിയ പോസ്റ്റ് ഇടിച്ച് വളച്ച് ഒരു ബൈക്ക് തകർന്നത്. ബൈക്കിൻ്റെ ആ ഡ്രൈവർ എന്നാലും അവനെ ഇറങ്ങി അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. ആ സമയത്താണ് അപകടം ഉണ്ടായത്. സൈൻ ബോർഡ് ഇനിയും സ്ഥാപിക്കണം. അത് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. സ്പീഡിൻ്റെയും ഹമ്പിൻ്റെയും ഈ വളവിൻ്റെയും ഒക്കെ ഇത് സൈൻ ബോർഡുകൾ അത്യാവശ്യം കൊടുക്കണം. ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരുപാട് വീഴ്ചകളുണ്ട് ഇതിനകത്ത്. അത് പരിഹരിക്കണം. അത് വെളുപ്പിനെ 4-5 ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവം കാണുന്നത്. കാറ് ഇങ്ങനെ ആക്സിഡൻറ്റിൽ കിടക്കും. ഞാൻ പിന്നെ തിരിച്ചോടി വന്ന് വീട്ടിൽ നിന്ന് മോനെയും പപ്പായെയും വിളിച്ചിറക്കി ചെന്ന് ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. 100 വിളിച്ച് പോലീസുകാരെ അറിയിച്ചു, കൂടുതൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോഴത്തേക്കിന് ആൾക്കാർ കൂടി. അപ്പം 3 പേര് ഓൾറെഡി പോയിരിക്കുന്നതായിട്ട് കണ്ട്. പിന്നെ ഒരു കൊച്ചിന് മാത്രം ഇച്ചിരി ജീവൻ ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് ഡോറ് വെട്ടിപ്പൊളിച്ചെടുത്ത് കൊണ്ടുപോയി ആശുപത്രി ചെല്ലുന്നതിന് മുമ്പേ അത് മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇത്രയും നേരം കൊണ്ട് ഇതിനെ ഇങ്ങനെ നിൽക്കുന്നു. മല്ലിശ്ശേരി സ്വദേശികളാണെന്ന് പിന്നീട് അറിഞ്ഞ്. ഒരു ആക്സിഡൻറ്റിൽ മരണം ഉണ്ടായി. പിന്നെ അവിടെ ഉണ്ട്. ഈ ഒരു ഏരിയ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പം എന്തോ ഒന്നുമില്ല. CCTV ഇല്ല, ഒന്നുമില്ല. ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ പോലും ഇല്ല. അയ്യപ്പ സീസണിൽ ഭയങ്കര പ്രശ്നമാണ്. റഷാണ് ഭയങ്കര. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറഞ്ഞതൊരു 4 ആക്സിഡന്റ്. അവൻ്റെ അപ്പുറത്തൊരെണ്ണം ഒരു മനുഷ്യൻ മരിച്ചു. കഴിഞ്ഞിടയ്ക്ക് ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ച് ഒരു മനുഷ്യൻ മരിച്ചു. അത് കഴിഞ്ഞ് മരണം ഇന്ന് വരെ ഇവിടെ നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് മരണം 4 പേര് മരിച്ച ഇന്ന് ആദ്യമായിട്ട് ഇവിടെ നടക്കുന്നു. അപകടം എന്നും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ആ ടെമ്പോ നിർത്തിയിട്ടിരുന്ന ടെമ്പോയുടെ അകത്ത് കയറി നെടുമങ്കാവില് അമിത വേഗത രാത്രിയിൽ നിർത്തിയിട്ടിരുന്ന വണ്ടിക്കകത്ത് ചെന്ന് കയറിക്കൊണ്ടു. ഒരു ഓട്ടോ ഇടിച്ച് ഒരാൾ മരിച്ചു. കത്തിയായിരുന്നു, അതും കണ്ടായിരുന്നു. നിയന്ത്രണം വിട്ടു വന്നത്. അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് ബോർഡോ ഒരു CCTVയോ എന്തെങ്കിലും വെച്ച് മരണം ഒഴിവാക്കുക. അത്ര അല്ലാതെ നമുക്കൊന്നും. നിങ്ങൾ കണ്ടു മടുത്തു. എന്നും ആക്സിഡൻറ്റാണ്. പഴയ റോഡായിരുന്നാലും ആക്സിഡൻറ്റാണ്. ഒന്നുമില്ല. അവർ ചെക്കിന് വരും, വല്ല ലോറിയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അല്ലാതെ യാതൊരു ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അയ്യപ്പൻ കോളിലെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഈ മതിലിടിച്ചുകൊണ്ട് പോയി. പക്ഷേ ആളപായം ഇല്ലായിരുന്നു. അതിനകത്തും 4-5 പേരുണ്ടായിരുന്നു. ആളപായം കിട്ടിയില്ല.
അല്ല, റോഡിൻ്റെ സേഫ്റ്റിയുടെ കുറവ് എന്നുള്ളതല്ല. ഇതിനകത്ത് ഇപ്പം RTOയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ആദ്യത്തെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആൾ ഉറങ്ങിപ്പോയി എന്നുള്ളത് തന്നെയാണ് ബോധ്യപ്പെട്ടത്. പിന്നെ റോഡ് നല്ല കണ്ടീഷൻ കിടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം കുറച്ച് സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് സേഫ്റ്റിയുടെ മെഷേഴ്സ് ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിന് അധികൃതരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നാളെ തന്നെ കഴിയുന്ന മീറ്റിംഗ് വിളിച്ച ശേഷം റോഡ് സേഫ്റ്റി മെഷേഴ്സ് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് ആയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രി നടക്കുന്നു. അപ്പോൾ ഒരാളുടെ കഴിഞ്ഞ് രണ്ടാമത്തെ ആളുടെ നടന്നു വരുന്നു. ഇനി മറ്റുള്ളവരുടെ ബന്ധുക്കൾ എത്തിച്ചേരാനുണ്ട്. എന്നാൽ ഇന്ന് പെട്ടെന്ന് തന്നെ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്തിട്ട് മോർച്ചറിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഏകദേശം 4:15 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപകടം ഉണ്ടായി ആ പ്രദേശത്ത് നിന്ന് ആൾക്കാർ എന്നെ വിളിച്ചു. അന്നേരം തന്നെ ഞാൻ ഇവിടെ ചെന്നു. ആംബുലൻസുമായിട്ടാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ 4 പേരും വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനകത്തിൽ ഈ പെൺകുട്ടിക്ക് ജീവനുള്ളതായിട്ട് മനസ്സിലായി. അതിനെ ഗ്ലാസ് തകർത്തുകൊണ്ട് എടുക്കാനായിട്ട് സാധിച്ചു. ആദ്യം തന്നെ കോന്നി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നാണ് പത്തനംതിട്ടയിലേക്ക് വേറൊരു ആംബുലൻസിൽ കൊണ്ടുവരുന്നത്. തിരിച്ച് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് പോലീസും ഫയർഫോഴ്സും എത്തിയായിരുന്നു. അവരുടെ സഹായത്തോടു കൂടി വാഹനം വെട്ടിപ്പൊളിച്ചാണ് മറ്റ് 3 പേരെയും പുറത്തെടുത്തത്. 3 പേരെയും തൽക്ഷണം മരിച്ച സ്ഥിതിയിൽ തന്നെയായിരുന്നു. 3 മൃതദേഹങ്ങളും അത് കഴിഞ്ഞാണ് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടു കൂടിയാണ് പുറത്തെടുക്കാനായത്. മല്ലശ്ശേരി തെങ്ങക്കാവ് മല്ലശ്ശേരിയിൽ ഉള്ള 2 കുടുംബത്തിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. കൂടുതൽ സ്റ്റേഷനിൽ നിന്ന് 5:45 എന്നെ സാർ വിളിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചു. ഞങ്ങൾ കോന്നിയിൽ അപ്പം തന്നെ കോന്നിയിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. 3 ബോഡി കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇടത്തിട്ട മോർച്ചറി വെച്ചേക്കും. അവിടുത്തെ വാർഡ് മെമ്പറാണ് ഞാൻ. അടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിദേശത്തുള്ളവർ ബന്ധുക്കളൊക്കെ വരാനുണ്ട്. അത് കഴിഞ്ഞ് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ.